സംസ്ഥാനം എന്നുള്ളൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻകം ടാക്സിൻ്റെ പരിധി ഉയർത്തി എന്നത് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാക്കി ഭയങ്കരമായ ഒരു മിഡിൽ ക്ലാസ് ബജറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അല്ലാതെ ആഴത്തിലുള്ള ഒരു സമീപനമില്ല. പുതിയ സർവേ എല്ലാം പുറത്തു വന്നപ്പോൾ അറിയാം സാമ്പത്തിക പുരോഗതി താഴേക്ക് പോരുകയാണ്. അപ്പോൾ വളരെ ഗുരുതരമായി കാർഷിക മേഖല, രാജ്യത്ത് മുഴുവൻ കാർഷിക മേഖല നേരിടുന്ന ഗൗരവമായ പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കാര്യവും ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ രാജ്യത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജും ഇല്ല. അടിസ്ഥാനപരമായ വിഷയങ്ങളോട് പ്രൈമറി സെക്ടറിനോടും സെക്കൻഡറി സെക്ടറിനോടും എല്ലാം നിരുത്തരവാദിത്തപരമായ നിലപാടാണ് ഈ ബജറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രയോറിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാതെ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. ബജറ്റ് ഇങ്ങനെയായാൽ സംസ്ഥാനങ്ങൾ കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, മലയോര സമരയാത്ര UDFൻ്റെ ഇന്ന് ഇടുക്കി ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളാണ് ഈ യാത്രയിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇടുക്കിയിൽ ആ വിഷയങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളേക്കാൾ വളരെ കൂടുതലാണ്. കാരണം 1964 ചട്ടമനുസരിച്ചുള്ള പട്ടയ വിതരണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. CHR പട്ടയ വിഷയം പ്രശ്നം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ രണ്ട് കോടതിയും സ്റ്റേ ചെയ്യാനുള്ള കാരണം കേരള സർക്കാരിൻ്റെ നിരുത്തരവാദിത്തപരമായ നിലപാടാണ്. 64 നിയമവുമായി ബന്ധപ്പെട്ട പട്ടയ വിതരണം തടഞ്ഞത് കുടിയേറ്റക്കാർക്ക് പട്ടയം കൊടുക്കുന്നതും കയ്യേറ്റക്കാർക്ക് പട്ടയം കൊടുക്കുന്നത് രണ്ടായി തിരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ശരിക്ക് ഗവൺമെൻറ് പറയേണ്ടിയിരുന്നത് കുടിയേറ്റക്കാർക്കാണ് പട്ടയം നൽകിയിരിക്കുന്നത് നിയമപരമായി, കയ്യേറ്റക്കാർക്ക് ആർക്കും പട്ടയം കൊടുത്തിട്ടില്ല. കയ്യേറ്റക്കാരുണ്ടാക്കിയിരിക്കുന്നത് വ്യാജ പട്ടയമാണ്. ആ കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിൽ ഭൂരിഭാഗവും CPM-കാരായതുകൊണ്ട് അവരുടെ പേര് പുറത്തു വരും എന്നതുകൊണ്ടാണ് ഗവൺമെൻറ് അത് കോടതിയിൽ ഹാജരാക്കാതിരുന്നത്. അപ്പോൾ കുടിയേറ്റക്കാരുടെ കാര്യത്തിലുള്ള നിലപാടും കയ്യേറ്റക്കാരുടെ കാര്യത്തിലുള്ള നിലപാടും രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു ഉറച്ച നിലപാട് ഗവൺമെൻറ് കോടതിയിൽ സ്വീകരിച്ചില്ല. മാത്രമല്ല പുതിയ നിയമം വന്നു. അതായത് 64 നിയമം അനുസരിച്ച് പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമം വന്നു. നിയമം വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി, എത്ര മാസങ്ങളായി?